രോമാഞ്ചം നല്ല പറയുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, ഒക്കെ പൊളിച്ച് വേറൊന്നും പറയല്ല. അതാ കണ്ടതാ രോമാഞ്ചം എന്ന് ഇറങ്ങിയത് നോക്കിക്കിടുക. രോമം ഇതുവരെ താടിക്കില്ല നോക്ക്. ഏത്ര അഭിനയോ അർജുന അശോകായാലും മൊക്കെയായാലും ഒന്നും പറയില്ല. ടിക്കറ്റ് എടുക്കുക, കാണുക. മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ വന്ന് തന്നെ കാണും. OTT റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്നത് തിയേറ്ററിൽ തന്നെ വന്ന് കാണും. എമ്മാതിരി പടം ഇതാ, ഒന്നും പറയില്ല. രോമാഞ്ചം. ഭൂതകാലത്തിന് ശേഷം രാഹുലിന്റെ അടുത്ത ഹൊറർ ത്രില്ലർ വന്നേക്കുന്നത് ഗംഭീരം. എങ്ങനെയുണ്ട് മമ്മൂട്ടി ത്രില്ലർ? എന്താന്ന് വെച്ചാൽ കണ്ടറിയേണ്ട സാധനം. കാരണം ഈ ഒരു ഏജിലുണ്ടല്ലോ ഇങ്ങനെ നിന്നിട്ട് മാസ് കാണിക്കാൻ വേണ്ടി മുണ്ടും വീഴ്ചൊന്നും വേണ്ട മച്ചാ. ഇതാണ് പട്ടം. കാരണം വെറുതെ വന്ന് വടി കുത്തിപ്പിടിച്ച് നിന്നാ മാസ. ഏതാ പട്ടം? തിയേറ്ററിൽ നിന്ന് രോമൻ എനിക്ക് കാണില്ലാണ്ട് അതൊന്നും താഴില്ല. കുളിർമോണ്ടല്ല, ഇതാണ് പട്ടം. കൊണ്ടുപോയി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ മോനെ ഇതുവരെ കുഴപ്പമില്ല. ടെസ്റ്റും കാര്യങ്ങളായിട്ടൊന്നും വന്നിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. ചെറിയതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യാണ്ട് ചെറുതായിട്ട്. ഒരു അവാർഡിനുള്ള സ്കോപ്പുണ്ട്. നല്ല രീതിയിലുള്ള ഒരു അവതരണം പഴയ ഒരു കാലഘട്ടത്തിനെ പറ്റിയാണ് കാണിച്ചേക്കുന്നത്. അത് നല്ല രീതിയിൽ അവതരണം വന്നിട്ടുണ്ടായില്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന ഫീലാണോ? എങ്ങനെ തോന്നുന്നു? ഒരു പുതിയ കാലഘട്ടത്തിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന ഒരു ഫീല്. ഒരു നല്ല രീതിയിലുള്ള ഒരു പരീക്ഷണം ഈ പകുതി കണ്ടപ്പോൾ തന്നെ ഒരു വിജയമാണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ മമ്മൂട്ടി തിയേറ്റർ കത്തിക്കും ഉറപ്പായിട്ടും. ഇത് കത്തിക്കുന്നതിൻ്റെതല്ല, ആ ഒരു പടം സിനിമയുടേതായിട്ടുള്ള ഒരു ലെവലിലോട്ട് എത്തി എന്നുള്ളതാണ്. നല്ലൊരു അർജുന ഗംഭീര പെർഫോമൻസ്, നല്ല അഭിനയം, നല്ല എന്താ പറഞ്ഞ ഒന്നും ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ അടിപൊളി കാണാൻ പറ്റിയൊരു ഇതാണ്. പേടിക്കാനായിട്ട് അത് നിങ്ങള് കണ്ട് ഇതാക്കിയാൽ മതിയത്. എങ്ങനെയാണ്? അതെ, അദ്ദേഹത്തിന് ശേഷം ഞാൻ കാണുന്ന സിനിമയാണ്. അതുപോലെ തന്നെ തിയേറ്ററിൽ അന്ന് വളരെ കുട്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസമേ പ്രകടനം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ വരുന്ന ആ രൗദ്ര ഭാവങ്ങളും എല്ലാ ഭാവങ്ങളും, രസിക ഭാവങ്ങളും ലാസ്യ ഭാവങ്ങളും എല്ലാം അതിൽ തന്നെ ഒരിക്കലും കാണുന്നുണ്ട്. വളരെ മികച്ച ഇതിൻ്റെ ഇൻ്റർമിഷനായിരിക്കുക. ഇൻ്റർമിഷൻ ഒരു വലിയൊരു സസ്പെൻസ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാനും യാത്ര തുടങ്ങാൻ തയ്യാറായിട്ടിരിക്കുന്നു. പടം തിയേറ്റർ കത്തിക്കും അല്ലേ? പടം തിയേറ്റർ കത്തിക്കും, മനസ്സിനെ കത്തിക്കും. എന്തായാലും എല്ലാവരുടെ മനസ്സും കാണാൻ ഇങ്ങനെ പോസിറ്റീവ് കിട്ടുന്ന മനസ്സാണ്. അപ്പോൾ അതനുസരിച്ച് പോകുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ് us see what is happening next time. ഭൂതകാലത്തിന് ശേഷം മറ്റൊരു ത്രില്ലർ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രമേയം? ഭൂതകാലത്തിന് ശേഷം നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഡയറക്ഷൻ എന്ന നിലയ്ക്ക് നല്ലൊരു